പി ശശി എന്തു പറയുന്നു, എന്തു ചെയ്യുന്നു, അൻവർ എന്തു പറയുന്നു, എന്തു ചെയ്തു, മുഖ്യമന്ത്രി എങ്ങനെ മൂളുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് കേരളത്തിൽ ഒരു സ്വർണ്ണക്കടത്ത് ലോബി, അവരുടെ കൊലക്കത്തിക്കിരയാകുന്ന കുറെ മനുഷ്യർ, അങ്ങനെ കൊള്ളയ്ക്കും കൊലയ്ക്കും തുനിഞ്ഞിറക്കിയിരിക്കുന്ന ഒരു സംഘത്തിന് ഒരു പോലീസ് വേർഷൻ, അത് പിടിച്ചു വാങ്ങിയെടുക്കുന്നതിലൂടെ പോലീസിന്റെ തലപ്പത്തിരിക്കുന്നവർക്ക് അനധികൃത സമ്പാദ്യം, ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്നുണ്ട് എങ്കിൽ, ഇതൊക്കെ ഇപ്പോഴാണ് പുറത്തു വരുന്നത് എങ്കിൽ, ഇതൊക്കെ ഒരു ഇടതുപക്ഷത്തിരിക്കുന്ന MLA വെളിപ്പെടുത്തലുകളായാണ് പുറത്തു വരുന്നതെങ്കിൽ നോക്കൂ ശ്രീ ഷാഫി ചാലിയം, അതുണ്ടാക്കുന്ന ഗൗരവമായ സ്ഥിതി എന്താണ്? ശ്രീ ഷാഫി ചാലിയം മുഖ്യമന്ത്രി വീട്ടിൽ നിന്നുണ്ടായതല്ല, അദ്ദേഹത്തെ പാർട്ടിയല്ലേ ഉണ്ടാക്കിയത് എന്നുള്ളതടക്കമുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷത്ത് നിങ്ങൾ ആരെങ്കിലുമാണ് ഉന്നയിച്ചിരുന്നത് എങ്കിൽ ഇതാകുമായിരുന്നോ പ്രതിരോധം, ഇതാകുമായിരുന്നോ ആരോപണം? ഒരൊറ്റയാളും മിണ്ടിയിട്ടില്ല. മധു, ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയം ഉദ്ദേശം 2 വർഷങ്ങൾക്ക് മുമ്പ് 2022 ഡിസംബർ മാസത്തിൽ മലബാർ ഡെവലപ്മെൻറ്റ് ഫോറം എന്ന സംഘടനയുടെ പ്രസിഡന്റ് KM ബഷീർ എന്ന ആൾ പോലീസിന് പരാതി നൽകി, മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ഇന്ന് പകൽ 11 മണി സമയത്ത് മാതൃഭൂമി അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തു. ഏകദേശം അരമണിക്കൂർ നീണ്ടു നിന്ന ഇൻ്റർവ്യൂ ഞാൻ പൂർണ്ണമായി കേട്ടതാണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന ശരിയായ, അതായത് ഇന്ന് അൻവർ പറയുന്നതിനേക്കാളും കൂടുതൽ വിസ്തരിച്ചിട്ടാണ് പിന്നെ ഈ KM ബഷീർ ഇന്ന് നമ്മുടെ മാതൃഭൂമിയിൽ സംസാരിച്ചത്. അതിലൂടെയാണ് ഈ സ്വർണ്ണമൊരുക്കാൻ ഈ ഉണ്ണി എന്ന ആളെ ചുമതലപ്പെടുത്തി അടക്കമുള്ള കാര്യങ്ങൾ 2.5 വർഷം മുമ്പ് തന്നെ അയാൾ എഴുതിയിട്ടുണ്ട്. ആ കത്തിൻ്റെ മുഴുവൻ കോപ്പിയും എൻ്റെ കയ്യിലുണ്ട്. ഞാനത് അയച്ചു തരാം. അതിൽ എന്തെല്ലാം ആ കാര്യങ്ങൾ പറയണമെന്ന് നോക്കുക. രാത്രി 10 മണിക്ക് എയർപോർട്ടിന് സമീപമുള്ള എല്ലാ കടകളും പൂട്ടണം. ഒരു കടയും ഒരു ഹോട്ടലും ഒന്നും വർക്ക് ചെയ്യാൻ പാടില്ല. എത്ര മണി വരെ? നമുക്കറിയാലോ, വലിയ എയർക്രാഫ്റ്റുകളൊക്കെ വിദേശത്തു നിന്ന് വരുന്നത് രാത്രി 10 മണിക്ക് ശേഷമാണ്, പുലർച്ചയ്ക്കുള്ളിലാണ്. ആ സമയം ഒരു ഹോട്ടലും ഒരു കടയും തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എയർപോർട്ടിൽ വന്നിറങ്ങുന്ന യാത്രക്കാരെയോ അല്ലെങ്കിൽ അവരെ അനുഗമിക്കുകയോ അവരെ സ്വീകരിക്കാൻ വന്നവരോ അവർക്കൊന്നും ഒരു തുള്ളി വെള്ളം പോലും അവിടെ കിട്ടാൻ പാടില്ല. ഒരു SP അധികാര പരിധിയിൽപ്പെട്ടതല്ല. ഒരു 144 പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ജില്ലാ മജിസ്ട്രേറ്റിനെ അധികാരമുള്ളൂ. ഇവിടെ SP അത് ചെയ്യണം. ഇതിനെതിരെ പിന്നെ മുഖ്യമന്ത്രി ഇത് അറിയിച്ചു. വിവരാവകാശ പ്രകാരം എല്ലാ അതോറിറ്റിയിലും ഇദ്ദേഹം എഴുതി ചോദിച്ചു, ഇങ്ങനെ അധികാരമുണ്ടോ? ഇല്ല എന്ന് മറുപടി പറയുന്നു. എങ്കിൽ ഇത് ചെയ്ത ആളെ നേരെ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഞാനിവിടെ പറഞ്ഞു വരുന്നത്, മിസ്റ്റർ അൻവർ അടക്കമുള്ള ആളുകൾക്ക് ഇത് എന്നോ അറിയാം. ഈ സ്വർണ്ണക്കടത്തിൻ്റെ കേസ് ഞാൻ പറഞ്ഞ മാതിരി ഇങ്ങനെ. അതല്ലാതെ മലപ്പുറം ജില്ലയിൽ സുജിത് ദാസ് നടത്തിയ ഒരുപാട് അന്യായ പ്രവൃത്തികൾ ഞങ്ങൾ വിളിച്ചു പറഞ്ഞതാണ്. ഞങ്ങൾ MLA മാർ, ഞങ്ങൾ MSFൻ്റെ നേതാക്കന്മാർ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞതാണ്. ഈ അൻവർ അടക്കമുള്ള ആളുകൾ എന്താ ചെയ്തത്? അവർ ഞങ്ങളെ പുച്ഛിക്കുകയാണ് ചെയ്തത്. ഇതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറില്ല. ഇപ്പം പൊടുന്ന ചാടി വീഴാനുള്ള ഒരു കാരണം എന്ത്? അതിലേക്കാണ് ഇവിടെ പോകേണ്ടത്. അൻവർ ഉയർത്തിയ പ്രശ്നം അൻവർ ഉയർത്തിയത് കൊണ്ട് വൻ വിവാദമായി. അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഒരു ഭരണകക്ഷി MLA, ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് എന്താണ് ആകെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. മാത്രമല്ല, ഇവിടുത്തെ പോലീസ് എന്ന് പറഞ്ഞാൽ ആളെ കൊല്ലിക്കുന്നവരാണ്. ദാവൂദ് ഇബ്രാഹിമിനേക്കാളും വലിയ അധോലോക ഭീകരരാണ്, സ്വർണം കടത്തുന്നവരാണ് എന്ന് ഒരു ഭരണപക്ഷ MLA വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് ഇത്ര വലിയ വൈറലായത്. കേരളീയരുടെ പൊതുബോധം മുഴുവനും അൻവർ അത് പറയാൻ കാണിച്ച ആ ആർജവത്തിനെ, ആ ധൈര്യത്തിനെ അറിയാതെ അനൈച്ഛികമായി കേരളത്തിലെ പലരും അൻവറിനെ എന്ത് ചെയ്തിട്ടുണ്ട്? പിന്തുണച്ചു പോയിട്ടുണ്ട്. എന്നാൽ അതേ സമയത്ത് അൻവർ ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, ഒരു കച്ചവടക്കാരൻ കൂടിയാണ്. അൻവർ ഏതെങ്കിലും ഒരു വിഷയം ഓൺ ചെയ്യുകയാണെങ്കിൽ ഒരു ലാഭമുള്ള വിഷയം അദ്ദേഹം ഓൺ ചെയ്യുള്ളൂ. ഇത്രയും കാലം ഇത്രയും വിഷയങ്ങളെ കണ്ണടച്ച് നിന്ന് അൻവർ പെട്ടെന്ന് വന്ന് ഇപ്പോൾ പറയണമെങ്കിൽ ഒന്നുകിൽ അൻവറിന് പിന്നിൽ CPM-ലെ ഒരു ലോബിയുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഇന്നലത്തെ അൻവറല്ല, മുഖ്യമന്ത്രിയെ കാണുന്നതിന് മുമ്പുള്ള അൻവറിനെയല്ല, മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം നമ്മൾ കണ്ടത്. ഗോവിന്ദ മാഷ് കണ്ടതിന് ശേഷമുള്ള അൻവർ കൂടുതൽ കരുത്തനായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഷകൾ മാറിയിട്ടുണ്ട്. ഈ അന്വേഷണ SIT-യെ നിയമിച്ചപ്പോൾ, ആ SIT-യുടെ നിയമനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് മുഖ്യമന്ത്രി വിശ്വാസമാണ്. വളരെയധികം ഇതിനെ എന്ത് ചെയ്തിട്ടില്ല, ഈ അന്വേഷണ കമ്മീഷൻ്റെ ന്യൂനതകളെ
മാധ്യമപ്രവർത്തകർ ചോദിച്ചിട്ട് പോലും അതൊന്നും എൻ്റെ വിഷയമല്ല, അതിലൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ അത് പറഞ്ഞ വ്യക്തി ഗോവിന്ദൻ പക്ഷേ ചെന്ന് കണ്ടതിന് ശേഷം എന്ത് പറയുന്നു? അന്നിപ്പോൾ ആ ചർച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ വിവിധ ചാനലുകൾ വന്ന് എന്ത് പറഞ്ഞു? ഈ അന്വേഷണ കമ്മീഷൻ അല്ല, ഈ SIT എന്താണ്? ഇത് വെറും ADGPക്ക് കീഴിലുള്ള ജീവനക്കാരെ വെച്ചുകൊണ്ട് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ നമ്മൾ ചോദിച്ചത് ഇന്ന് ഞങ്ങൾ ആ ചോദ്യം ഇന്ന് അൻവറിൻ്റെ വായിന്ന് വന്നു. എന്താ അയാൾ പറഞ്ഞത്? ഹെഡ് മാസ്റ്റർ കീഴിൽ ഹെഡ് മാസ്റ്ററെ കുറിച്ച് പിയൂണും ബെല്ലടിക്കണവനും അധ്യാപകനും അന്വേഷിച്ചിട്ട് എന്ത് കാര്യം? അപ്പൊ അതിനർത്ഥം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ഈ അന്വേഷണ സംഘത്തിൽ ആര് തൃപ്തനല്ല? അൻവർ തൃപ്തനല്ല. ഡയലോഗ് ഇട്ട് തളർത്താൻ കഴിഞ്ഞിട്ടില്ല, പിന്നെയല്ലേ തകർക്കാൻ എന്നൊക്കെ തിരിച്ചു ചോദിച്ച് നേരിട്ടിട്ടുണ്ട് ഇത്രയും കാലം. ഇപ്പോൾ ദാ ഒപ്പം നിന്ന ഒരാളാണ് ഒച്ച ഉയർത്തി ചോദിക്കുന്നത്. അവിടെയാണ് മറുപടി ഇല്ലാതെ പോവുകയും ചെയ്യുന്നത്. പക്ഷെ ആ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുന്നത് ആരുടെയൊക്കെ താല്പര്യം കൊണ്ടാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ആകാംക്ഷ നിലനിൽക്കുകയും ചെയ്യുന്നത്.